ജോണിന് കുത്തല് തുടങ്ങി സഹിച്ചാലും. പ്രളയത്തെക്കാളും വലിയ ദുരന്തമായി മാറിയ സതീശൻ സർക്കാരിലെ മറ്റൊരു മന്ത്രിയായ CP ജോണിന്റെ ഒരു വിവാദ പ്രസംഗം വളരെ വലിയ ശ്രദ്ധ നേടിയെന്ന്. എന്തായാലും ഇതൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷമുണ്ട്. കാരണം മാസങ്ങളോളം i2i ന്യൂസ് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇതാ അക്ഷരം പ്രതി ശരിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് എന്തെന്നില്ലാത്ത സന്ദേശമുണ്ട്. കഴിഞ്ഞ 60 ദിവസം ഞങ്ങൾ മിണ്ടാതിരിക്കുകയായിരുന്നു. ഈ 60 ദിവസം പോലും വേണ്ടി വന്നില്ല സതീശൻ സർക്കാരിന്റെ ചെമ്പ് തെളിയുവാൻ. ഒരു ചാറ്റമഴ പോലും വേണ്ടി വന്നില്ല ഇവന്മാരുടെ ആ നീലനിറം ഒഴുകിപ്പോകുവാൻ. ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞത് എന്തായി? കേരള ജനമേ സഹിച്ചാലും. ഞങ്ങൾ മാസങ്ങളോളം മിഷൻ 350 നടത്തി കേരളത്തിലെ ജനങ്ങളോട് ആവുന്നതുപോലെ പറഞ്ഞു, ഈ വൃത്തികെട്ടവന്മാരെ യാതൊരു കാരണവശാലും ഭരണത്തിൽ കേട്ടരുത്, നിങ്ങളെല്ലാം അനുഭവിക്കുമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇതാ ദുരന്തങ്ങളുടെ ഘോഷയാത്രയായി മാറിയിരിക്കുകയാണ് UDF ഭരണം. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി സതീശൻ എയറിലാണ്. ദേശീയ മാധ്യമങ്ങളടക്കം എടുത്ത് ഉടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഈ CP ജോൺ എന്ന് പറയുന്ന ഒരു 70 വയസ്സുകാരനായ ഒരു വയോധികൻ, ഇയാളെ നിങ്ങൾക്കറിയാം, താനൊരു ബുദ്ധിജീവിയാണ് എന്ന് വരുത്തി തീർക്കുവാൻ ഈ പെട്രോൾ മാക്സിന്റെ മാൻഡിൽ പോലെ ബാക്കി എല്ലായിടവും കറുപ്പിച്ച് ഇവിടെ മാത്രം വെളുപ്പിച്ച് നടക്കുന്ന ഒരുവൻ. ഇതിലൂടെ താനൊരു ബുദ്ധിജീവിയാണെന്ന് ലോകത്തെ കാണിക്കണം. യാതൊരു അഡ്രസ്സും ഇല്ലാതിരുന്ന ഇയാളുടെ പാർട്ടിയിലെ ഏക നേതാവാണ് ഇയാള്. നിങ്ങൾക്കറിയാമല്ലോ, CMB എന്ന് പറയുന്ന പ്രസ്ഥാനം 1986 ഇയാൾ സ്ഥാപിച്ച ഈ സ്ഥാപക നേതാവാണ് ഇദ്ദേഹം. ഈ പാർട്ടിയിൽ ഇദ്ദേഹമല്ലാതെ വേറെ ആരെയെങ്കിലും നമുക്ക് അറിയാൻ പറ്റുമോ? ഇല്ല. ഈ ഈർക്കിലി പാർട്ടിയിലെ ഈ നേതാവ് വലിയ കമ്മ്യൂണിസം സംസാരിക്കുകയും എന്നാൽ ജീവിക്കാൻ പറ്റിയത് കമ്മ്യൂണിസം കൊണ്ട് കാര്യം നടക്കത്തില്ല, ഈ ക്യാപിറ്റലിസം പിന്തുടരുന്ന UDF ആണ് നല്ലത് എന്ന് പറഞ്ഞ് അതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഇയാൾ വലിയ സാമ്പത്തിക വിദഗ്ധനാണെന്നാണ് പറയുന്നത്. പക്ഷേ എന്ത് സാമ്പത്തിക വിദഗ്ധനാണ് ഇയാൾ? എന്ത് പണിയാണ് ചെയ്തിരിക്കുന്നത്? ഒരു കുടുംബം മുന്നോട്ട് നയിക്കുന്നതിൽ ഇയാൾ എന്ത് പണിയാണ് ചെയ്ത് ഒരു കുടുംബത്തെ പോറ്റിയിരിക്കുന്നതെന്നും നമുക്കറിവില്ല. അതിൻ്റെയൊക്കെ ഒരു വകതിരിവില്ലായ്മയാവാം ഇന്നത്തെ പ്രസംഗത്തിൽ ഇദ്ദേഹം നടത്തിയത്. ഇദ്ദേഹത്തിന്റെ ആ വിവാദ പ്രസംഗത്തിലൂടെ ഇന്ന് അദ്ദേഹം പറഞ്ഞത്, കേരളത്തിലെ സ്ത്രീ സമൂഹം എന്ന് പറയുന്നത് സൗജന്യമെന്ന് കേട്ടാൽ KSRTC ബസ്സിൽ തള്ളിക്കേറും, എന്നാൽ ഒരു അസുഖം വന്നാൽ സർക്കാർ ആശുപത്രിയുടെ വരാന്തയിൽ പോയി കിടക്കും. അതുപോലെ തന്നെ സർക്കാർ സ്കൂളുകളിൽ ആയിരക്കണക്കിന് ഒഴിവുകളുണ്ടെങ്കിലും മക്കളെ അവിടെ പഠിപ്പിക്കത്തില്ല, നിവൃത്തിയില്ലെങ്കിലും സ്വകാര്യ സ്ഥാപനങ്ങളിൽ കൊണ്ട് പഠിപ്പിക്കും എന്നൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത്. അതെ, CP ജോണെ നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം അതാണ്. കേരളത്തിലെ ഒരു അമ്മ വിശന്നാൽ വയറ് മുണ്ട് മുറുക്കി കൊടുത്ത് പട്ടിണി നടക്കും, എന്നാലും തന്റെ കുഞ്ഞിന് ഏറ്റവും മികച്ച വിദ്യാഭ്യാസം നൽകുവാൻ അവൾ ശ്രമിക്കും. അതാണ് കേരളത്തിലെ ഒരു മാതാവിന്റെ പ്രത്യേകത, ഒരു സ്ത്രീയുടെ പ്രത്യേകത. താങ്കൾക്ക് അത് അറിവില്ലാതെ പോയി. നിങ്ങളും സർക്കാർ സ്കൂളിലാണ് വിദ്യാർത്ഥികളെ, നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിച്ചത് എന്ന് പറയുന്നു. യാതൊരു പണിക്കും പോകാതെ ഇരിക്കുന്ന നിങ്ങൾക്ക് അതൊരു മാർഗം ഇല്ലാത്തത് കൊണ്ടാവാം, അതല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കാത്തത് കൊണ്ടാവാം, അല്ലെങ്കിൽ എളുപ്പപ്പണി നോക്കിയത് കൊണ്ടാവാം നിങ്ങൾ അപ്രകാരം ചെയ്തത്. എന്നാൽ കേരളത്തിലെ സ്ത്രീജനങ്ങൾ അങ്ങനല്ല. മുണ്ട് മുറുക്കി കൊടുത്തും തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും മികച്ച വിദ്യാഭ്യാസം കൊടുക്കുന്നവരാണ്. ഇന്ന് കേരളത്തിലെ യുവതലമുറയ്ക്ക് ഏറ്റവും നല്ലൊരു വിദ്യാഭ്യാസം കിട്ടുന്നുണ്ടെങ്കിൽ അത് ഓരോ വീട്ടിലെയും സ്ത്രീജനങ്ങളുടെ ആ ഒരു ചിന്താഗതി കൊണ്ടാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ പ്രസംഗം വലിയ വിവാദമായപ്പോൾ അദ്ദേഹം പലതരത്തിലുള്ള ന്യായീകരണങ്ങൾ ശ്രമിച്ചപ്പോഴും അതൊന്നും ഫലം കണ്ടില്ല. നമുക്ക് ആദ്യം CP ജോണിന്റെ ആ വിവാദ പ്രസംഗം ഒന്ന് കാണാം. കേരളത്തിലെ ജനങ്ങളുടെ ബിഹേവിയർ സയൻസ് ഒക്കെ പഠിക്കുകയും അതിനെക്കുറിച്ച് ആ ബിഹേവിയർ അഭിനയിച്ച് കാണിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ഒരു പാവപ്പെട്ടവനായിട്ട് പണക്കാരൻ അഭിനയിക്കുന്നു, അല്ലെങ്കിൽ പരമദരിദ്രനായിട്ട് അഭിനയിക്കുന്നു. അഭിനയം എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. പക്ഷേ എനിക്ക് മനസ്സിലാവാത്തൊരു ബിഹേവിയർ എന്താന്ന് പറഞ്ഞാൽ, ഈ ബസ്സിന് കാശില്ലാത്ത സ്ത്രീ സ്വകാര്യ സ്കൂളിലേക്ക് കുട്ടികളെ വിടുകയാണ് അല്ലേ? ഗവൺമെന്റ് സ്കൂളിൽ സീറ്റ് ഒഴിഞ്ഞു കിടക്കുക. ഗവൺമെന്റ് സ്കൂളിലേക്ക് ഇപ്പോഴും കുട്ടികളെ വിടുന്നതിന് പകരം ഫീസ് കൊടുക്കേണ്ടാത്ത പ്രൈവറ്റിൽ പോലും വിടാതെ എവിടെ വിടുന്നത്? ഫീസ് കൊടുക്കേണ്ട സ്കൂളിലേക്ക് വിടുന്നു അല്ലേ? എന്നാൽ ആശുപത്രിയുടെ കാര്യം വരുമ്പോൾ ഇതേ സ്ത്രീ തൻ്റെ അച്ഛനെയും ഭർത്താവിനെയും കൊണ്ട്
വരാന്തയിൽ കിടക്കുകയാണ് ഗവൺമെൻറ് ആശുപത്രി അല്ലേ? ഈ 3 കാര്യങ്ങൾ, പൊതുജനാരോഗ്യം, പൊതുഗതാഗതം, പൊതുവിദ്യാഭ്യാസം, ഈ 3 കാര്യങ്ങളിൽ ഞാൻ ട്രേഡ് യൂണിയൻ ലീഡേഴ്സ് ഉള്ളതുകൊണ്ട് പറയുകയാണ്, കേരളത്തിലെ ജനങ്ങളുടെ ബിഹേവിയർ, അവരുടെ പെരുമാറ്റം എന്നെ അതിശയിപ്പിക്കുകയാണ്. ബസ് വന്നാൽ കാശ് കുറഞ്ഞ ട്രാൻസ്പോർട്ടിൽ തള്ളിക്കയറും. എന്നാൽ തൊട്ടപ്പുറത്ത് കുട്ടിയെ ചേർക്കുന്നത് ഫീസ് കൊടുക്കുന്ന സ്കൂളിലാണ്. അസുഖം വന്നാൽ പ്രൈവറ്റ് ആശുപത്രി പോകാൻ പേടിയാണ്, കാരണം അവിടെ കൊടുക്കാൻ പൈസയില്ല. പക്ഷേ പ്രിയദർശിനി വന്നപ്പോൾ നിങ്ങളുടെ ബസ് വിട്ട് മറ്റ് പ്രിയദർശിനി കാത്തു നിന്ന് തിക്കി തിരക്കി ആളുകൾ പോകുന്നതിൻ്റെ കാരണം നിങ്ങളോടുള്ള വിരോധം കൊണ്ടോ എന്നോടുള്ള സ്നേഹം കൊണ്ടോ അല്ല, മറിച്ച് നമ്മുടെ നാട്ടിലെ കുടുംബിനികൾക്ക് കയ്യിൽ കാശില്ലാത്തത് കൊണ്ടാണ് എന്ന യാഥാർത്ഥ്യമാണ് ഞങ്ങൾ പഠിക്കുന്നത്. സി പി ജോണെ, മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട്, അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്ന്. യഥാർത്ഥത്തിൽ കഴിഞ്ഞ 10 കൊല്ലം ഭരണമില്ലാതെ ചൊറിയും കുത്തിയിരുന്ന ഈ UDF എങ്ങനെയെങ്കിലും കേരളത്തിൽ ഭരണം പിടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് യഥാർത്ഥത്തിൽ ആ രാഹുൽ ഗാന്ധി കാണിച്ച ഒരു മണ്ടത്തരമാണ് ഈ പ്രഖ്യാപനം. ഭരണം പിടിക്കുവാൻ യാതൊരു കണക്കുകൂട്ടലുകളും പ്ലാനിങ്ങും ഇല്ലാതെ മറ്റേതോ സംസ്ഥാനങ്ങളിൽ പ്രയോഗിച്ച ആ തന്ത്രം ഇവിടെയും നിങ്ങൾ പ്രഖ്യാപിച്ചു. KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന് പ്രഖ്യാപിച്ചു. അത് പ്രഖ്യാപിക്കുമ്പോൾ സ്ത്രീകൾക്കെല്ലാം സൗജന്യ യാത്ര KSRTCയിൽ. ജനങ്ങൾ തെറ്റിദ്ധരിച്ചു, സകലമാന സ്ത്രീകൾക്കും എല്ലാ KSRTC ബസ്സിലും യാത്ര സൗജന്യമായി ലഭിക്കാൻ പറ്റുമെന്ന് കരുതിയെങ്കിലും ഭരണം കെട്ടിക്കഴിഞ്ഞപ്പോൾ അതെങ്ങനെയാണ് വന്ന് നിന്നതെന്ന് നമ്മൾ മനസ്സിലായി. എങ്ങനെയെങ്കിലും കൊണ്ട് ഒപ്പിക്കുക എന്ന ഒരു ലക്ഷ്യത്തോടെ യുമാർ എങ്ങനെയെങ്കിലും കൊണ്ട് അവസാനം ഒപ്പിച്ചു. പ്രിയദർശിനി ബസ്സുകൾ എന്ന പേരിൽ ഒരു സംവിധാനം ഉണ്ടാക്കി, ഒരു നാമമാത്രമായി ആ ഒരു പദ്ധതി നടപ്പാക്കി. അത് വലിയ വിജയമാണെന്ന് ഇയാൾ തന്നെ അവകാശപ്പെടുന്നു. യാതൊരു കണക്കുകൂട്ടലുകളും പ്ലാനിങ്ങും ഇല്ലാതെ ഇപ്രകാരം യാതൊരു മാനദണ്ഡവും ഇല്ലാതെ നടത്തിയ ഈ സർവീസ് എന്ന് പറയുന്നത് കേരള സമൂഹത്തിൽ ഉണ്ടാക്കിയ ആ പ്രത്യാഘാതങ്ങൾ ചെറുതല്ല. ഒന്ന്, വലിയ ഒരു അസന്തുലിതാവസ്ഥ, പ്രത്യേകിച്ച് ഒരു അസഹിഷ്ണുത ഈ ഒരു പ്രഖ്യാപനം കൊണ്ടുണ്ടായി. സ്ത്രീകൾക്ക് സൗജന്യം കൊടുക്കുമ്പോൾ പുരുഷന്മാർ എന്താ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു കാറ്റഗറിയാണോ എന്നുള്ള ചോദ്യം ഉയരുന്നു. അതുപോലെ തന്നെ യാതൊരു മാനദണ്ഡവും വെക്കാതെ ഏത് സ്ത്രീകൾക്കും സഞ്ചരിക്കാമെന്ന് പറയുമ്പോൾ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ തൊട്ട് സകല നല്ല വരുമാനമുള്ളവർ, അങ്ങനെ എല്ലാവരും സൗജന്യം എന്ന് പറയുമ്പോൾ നമുക്കറിയാം എല്ലാവരും ആ സർവീസ് ഉപയോഗിക്കും. പിന്നീട് നിലവിളിച്ചിട്ട് കാര്യമില്ല. യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെ ഇപ്രകാരം നടത്തിയിട്ട് അവസാനം കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു. പ്രതിമാസം കോടികളുടെ നഷ്ടം ഉണ്ടാകുന്നു. അതിനുള്ള വക കണ്ടെത്തുവാനുള്ള പ്രാപ്തിയില്ല എന്നൊക്കെ വന്നപ്പോൾ ഏതെങ്കിലുമൊക്കെ വേദികളിൽ പോയി നിന്ന് ഇപ്രകാരമുള്ള പ്രസംഗം നടത്തി കരഞ്ഞു തീർക്കുന്നത് കൊണ്ട് കാര്യമില്ല എന്നാണ് CP ജോണിനോട് പറയേണ്ടത്. അതുപോലെ ഇനി പ്രേക്ഷകർ കാണാൻ പോകുന്നത് ജോണിന്റെ പ്രസംഗം വിവാദമായി കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒന്ന് മെഴുകുവാൻ ശ്രമിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ആ കാഴ്ചയിലേക്ക്. പ്രതിപക്ഷം എന്താണ് പറയുന്നുള്ളത് തീർച്ചയായിട്ടും പ്രധാനമല്ല, പക്ഷെ പ്രധാനമാണ്. ഞാൻ എന്താണ് പറഞ്ഞതെന്നുള്ളതാണല്ലോ പ്രധാനം. ഞാനിവിടെ പറഞ്ഞത് നമ്മുടെ ഗൗരവത്തോടുകൂടി പറയാം. പ്രിയദർശിനി എന്താണ് ഞങ്ങളെ പഠിപ്പിച്ചത്? പ്രിയദർശിനി ഞങ്ങളെ പഠിപ്പിച്ചത് കേരളത്തിലെ സ്ത്രീകളുടെ ഡിസ്ട്രസ് വളരെ വലുതാണ്. അവരങ്ങേറ്റം ബുദ്ധിമുട്ടാണ്. അവർക്ക് ബസ് കാശ് കൊടുക്കാൻ പോലും ഇല്ല. 2000 രൂപയോ 3000 രൂപയോ അല്ലെങ്കിൽ 1500 രൂപ പോലും ഒരു മാസത്തിൽ അവർക്ക് സേവ് ചെയ്യാൻ കഴിയുന്നത് അവർ വളരെ വലിയ കാര്യമായിട്ടാണ് എടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 50 രൂപ അല്ലെങ്കിൽ 70 രൂപ എന്നുള്ളത് താങ്ങാനാവാത്ത ഒരു കാര്യമായിട്ടുള്ള ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ കേരളത്തിലുണ്ട് എന്ന യാഥാർത്ഥ്യത്തിലേക്ക് ഞങ്ങളുടെ അടക്കം കണ്ണു തുറപ്പിച്ചത് രാഹുൽ ഗാന്ധിയാണ്. കേരളത്തിലെ ഒരു രാഷ്ട്രീയ മുന്നണി അത് ആവശ്യപ്പെട്ടിട്ടില്ല, അല്ലേ? കേരളത്തിൻ്റെ രാഷ്ട്രീയ നേതൃത്വമോ മറ്റ് സാമൂഹിക നേതൃത്വങ്ങളോ ഒന്നും തന്നെ ഇത്തരത്തിലൊരു വലിയ ഡിസ്ട്രസ് ഉണ്ടെന്ന് മനസ്സിലാക്കുന്നതിനേക്കാൾ മുൻപ് രാഹുൽ ഗാന്ധി നടത്തിയ ഇടപെടലിൻ്റെ ഫലമായിട്ടാണ് പ്രിയദർശിനി കൊണ്ടുവന്നത്. ഇനി ഈ പ്രിയദർശിനി കൊണ്ടുവന്ന പോലെ തന്നെ 3 മേഖലകളിൽ ഇടപെടണമെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ സ്പിരിറ്റ്. ഏതൊക്കെയാണ് 3 മേഖല? ഒന്ന്, പൊതുഗതാഗതത്തിൽ നമ്മൾ ഇടപെട്ടു, മിതമായിട്ട് ഇടപെട്ടിട്ടുള്ളൂ, എല്ലാ സ്ഥലത്തും പ്രിയദർശിനി ഇല്ലല്ലോ. 2, പൊതുവിദ്യാഭ്യാസം. 3, പൊതുജനാരോഗ്യം. അതിൽ പൊതുജനാരോഗ്യ രംഗത്തും ആളുകൾ ഡിസ്ട്രസ് കൊണ്ട് ഏറ്റവും എന്താ പറയുക വിഷമകരമായ അവസ്ഥയിൽ പോലും അവർ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് സർക്കാരിനെ ആശ്രയിക്കാനുള്ള അത്രയും ഡിസ്ട്രസ് അവർക്കുണ്ട്.
പക്ഷെ അവരാകെ കൂടെ ചെയ്യുന്ന മറ്റൊരു കാര്യം, ഇത്തരത്തിലുള്ളൊരു സാഹചര്യം ഞങ്ങൾക്കുണ്ടാവരുത് എന്ന് കരുതിയിട്ട്, ശരിയായോ തെറ്റായോ, അവർ പലപ്പോഴും സൗജന്യമായിട്ടുള്ള സ്കൂളുകളിൽ വിട്ടിട്ട് സൗജന്യമല്ലാത്ത സ്കൂളിലേക്ക് പോകാൻ അവരുടെ തീരുമാനമാണ്. അപ്പോൾ അതും വാസ്തവത്തിൽ നമ്മൾ ആലോചിക്കുമ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ പറ്റി, അതുകൊണ്ട് ഇനി ഞങ്ങളുടെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്ത് അവരെ വളർത്തണം എന്നതും അവരുടെ ഡിസ്ട്രസിൻ്റെ ലക്ഷണമാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ അധികാരത്തിലേറി വി.ഡി. സതീശൻ ആദ്യം നടത്തിയൊരു പ്രസംഗം കാണുക. ഈ KSRTC-യിലെ സൗജന്യ യാത്ര എന്ന് പറയുന്നത് ഒരു ഔദാര്യമല്ല, ഞങ്ങൾ സ്ത്രീ സമൂഹത്തിന് നൽകുന്ന ഒരു ആദരമാണ് എന്ന് പറയുന്ന ആ വി.ഡി. സതീശന്റെ പ്രസംഗം ഒന്ന് കാണാം. ആ പ്രസംഗം കഴിഞ്ഞ് ഏതാനും മാസങ്ങൾ കഴിഞ്ഞില്ല, അതിനു മുമ്പാണ് ഈ മന്ത്രിസഭയിലെ ഗതാഗത വകുപ്പ് മന്ത്രി തന്നെ ഇപ്രകാരം ഒരു പ്രസ്താവന നടത്തിയത് എന്ന് നാം ഓർക്കണം. ഞാൻ ഇതിനെ കാണുന്നത് സ്ത്രീകൾക്ക് നൽകുന്ന ഒരു ഔദാര്യമായിട്ടല്ല. സ്ത്രീകൾക്ക് അഭിമാനത്തോടു കൂടി സർക്കാരിന്റെ ഒരു വണ്ടിയിൽ യാത്ര ചെയ്യാൻ കഴിയുക, അത് സൗജന്യമല്ല. ഞങ്ങളുടെ സർക്കാർ, ഞങ്ങളുടെ വാഹനം, ഞങ്ങൾ ഇതിലൂടെ യാത്ര ചെയ്യുന്നു. ഞാൻ പറയുന്നു, ഈ പദ്ധതി ഈ സംസ്ഥാനത്തെ സർക്കാരിന് കേരളത്തിലെ സ്ത്രീകളോടുള്ള ആദരവായി നിങ്ങൾ കാണണം. എന്തായാലും ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു ചാറ്റൽ മഴ പെയ്തപ്പോൾ തന്നെ ഒരു 60 ദിവസം കൊണ്ട് തന്നെ ഇവന്മാരുടെ ചെമ്പ് തെളിഞ്ഞിരിക്കുകയാണ്. വാ തുറന്നാൽ വിവാദങ്ങൾ. വി.ഡി. സതീശന് ഏറിലായിട്ട് ദിവസങ്ങളായി. ഇപ്പോൾ ഇതാ ഗതാഗത വകുപ്പ് മന്ത്രി CP ജോണും അന്തരീക്ഷത്തിൽ പറന്നിറക്കിയാണ്. ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് K. മുരളീധരനും ഇതുപോലൊരു വിവാദ പ്രസ്താവന നടത്തുകയുണ്ടായി. തിരുവനന്തപുരത്ത് മത്സ്യത്തൊഴിലാളി കടലിൽ പോയി മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ കടലിൽ വീണ് ചത്തതല്ലേ, ശവം കിട്ടാൻ ദിവസങ്ങൾ എടുക്കും എന്ന തരത്തിലൊരു പ്രഖ്യാപനം നടത്തി അടുത്ത ഒരു വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ്. എൻ്റെ ദൈവമേ, ഇനി എന്തൊക്കെ കാണണം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.